നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക പേരുടെയും ജീവിതം എന്നത് വളരെയധികം സ്ട്രെസ്സും ഡിപ്രഷനും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്രശ്നങ്ങളുടെ ഒരു സംഭരണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ കഴിയുന്ന ടൈമിൽ അങ്ങേയറ്റം അടിച്ചു പൊളിക്കുക, അല്ലാത്ത സമയത്ത് അങ്ങനെ മൂഞ്ചിക്കുത്തി വെറുതെ ഇരിക്കുക. അത്തരത്തിൽ കുറച്ചു നേരം ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് ചിരിച്ച് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കുറച്ച് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ ഈ പറയാൻ പോകുന്ന എല്ലാ സിനിമകളുടെയും മലയാള സബ് ടൈറ്റിൽ എംസോൺ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മനോഹരമാക്കിയതിൽ പ്രധാന ഒരു പങ്കുവെച്ച വ്യക്തിയാണല്ലേ മിസ്റ്റർ ബീൻ. അത്തരത്തിൽ മിസ്റ്റർ ബീൻ നായകനായി എത്തി 2007 പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് സിനിമയാണ് മിസ്റ്റർ ബീൻ ഹോളിഡേയ്സ്. പതിവ് പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു നൂലാമാല തന്നെയാണ് ഈ ഒരു സിനിമയും. ഏതായാലും സിനിമയുടെ ചെറിയൊരു വൺലൈൻ സ്റ്റോറി പറഞ്ഞു തരാം. സിനിമ തുടങ്ങുന്നത് ഒരു ലക്കിടിപ്പിന്റെ അല്ലെങ്കിൽ നറുക്കെടുപ്പ് വിജയെ പ്രഖ്യാപിക്കുന്ന സീനിലൂടെയാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത നമ്മുടെ മിസ്റ്റർ ബീനാണ് അതിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നതും. തെക്കൻ ഫ്രാൻസിന്റെ കടൽ തീരങ്ങളിലേക്ക് ഒരാഴ്ചത്തെ വെക്കേഷനാണ് ഒന്നാം സമ്മാനം. അങ്ങനെ വെക്കേഷൻ ചിലവഴിക്കാൻ വേണ്ടി മിസ്റ്റർ ബീൻ ഫ്രാൻസിലേക്ക് ട്രെയിൻ കയറുന്നു. ഇവിടുന്ന് പതിവ് പോലെ മിസ്റ്റർ ബീൻ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ഓരോ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയും അതുപോലെ തന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കുറച്ച് വ്യക്തികളുടെയും കഥയാണ് പിന്നീട് ചിത്രം പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ബീച്ചിൽ ചെന്നെത്താൻ കഴിയുമോ എന്നതിനുള്ള ഉത്തരം നിങ്ങളുടെ കാഴ്ചാനുഭവത്തിനായി വിട്ടുതരികയാണ്. രണ്ടാമത്തെ ചിത്രം പേടിപ്പെടുത്തുന്ന ഹൊറർ സിനിമകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ കാണുന്നവനെ പരിസരം മറന്ന് ചിരിപ്പിക്കുന്ന ഒരു പ്രേത സിനിമ, അതാണ് 2024 ഇന്തോനേഷ്യൻ ഭാഷയിൽ പുറത്തിറങ്ങിയ അഗാലയൻ. കാർണിവലിനുള്ളിൽ പ്രേതഭവനം എന്ന പേരിൽ ഗോസ്റ്റ് ഷോ നടത്തി കഷ്ടിച്ച് തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന 3 സുഹൃത്തുക്കൾ. പേര് പ്രേതഭവനം എന്നാണെങ്കിലും ഇവരുടെ മേക്കപ്പും സെറ്റപ്പും ഒക്കെ കണ്ടിട്ട് ആളുകൾ കളിയാക്കലാണ് സ്ഥിരം. ഏതായാലും 3 പേരുമായി തുടങ്ങിയ ഷോ നല്ല രീതിയിൽ തന്നെ ഇതുപോലെയായി. അങ്ങനെ ഒട്ടും പേടി വരാത്ത പ്രേതഭവനത്തിലേക്ക് കാഴ്ചക്കാർ ഇല്ലാതെയായി. മൊത്തത്തിൽ മൂഞ്ചി പണ്ടാരടങ്ങിയിരിക്കുന്ന ഇവരുടെ ഇടയിലേക്ക് ഇവരെക്കാൾ വലിയ മണ്ടനായ പഴയൊരു സുഹൃത്തു കൂടി കടന്നു വരുന്നു. അതോടെ ചില്ലറ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രേതഭവനം ഒന്ന് നവീകരിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടേക്ക് യഥാർത്ഥ പ്രേതവും കൂടി കടന്നു വരുന്നു. പിന്നീട് അങ്ങോട്ട് ചിരിയുടെ മാലപ്പടക്കം തീർത്തുകൊണ്ട് ചിത്രം മുന്നോട്ട് പോകുന്നു. ഒരു 2 മണിക്കൂർ ശരിക്കും ചിരിച്ചു മറിയാനുള്ള സാധനമുണ്ട് ഈ ഒരു സിനിമയിൽ എന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. വീഡിയോ ഭാഗത്തിലെ മൂന്നാമത്തെ സിനിമ പ്രദീപ് രംഗനാഥന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമാണ് ലവ് ടുഡേ. ഇത്രയും അന്യഭാഷ ചിത്രത്തിന്റെ ഇടയിൽ എന്തിനാണ് ഒരു തമിഴ് സിനിമ എന്ന് ചിന്തിക്കുന്നവർക്ക് ചിത്രം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അത്രയും ചിരിച്ചു മറിയാനുള്ള ഒരു സാധനമുണ്ട് ഈ ഒരു സിനിമയിൽ. ഏതായാലും സിനിമയുടെ വളരെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞു തരാം. പരസ്പരം സ്നേഹിച്ച് റിലേഷൻഷിപ്പിൽ പോകുന്ന 2 പേര്, അല്ലാതെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ പോകാൻ സാധിക്കില്ലല്ലോ. എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. അപ്പോൾ പെണ്ണ് ചോദിക്കാൻ വേണ്ടി നമ്മുടെ കഥാനായകൻ പെൺവീട്ടിലെത്തുകയും പെണ്ണിന്റെ അച്ഛൻ കല്യാണത്തിന് ഓക്കെ അടിക്കുകയും ചെയ്യുന്നു. ബട്ട് ഒരു കണ്ടീഷൻ മാത്രം. ഒരേ ഒരു നാൾ ഫോൺ അവളും ഫോൺ നീയും വെച്ചിട്ട് പോരെ. നാളേക്ക് ഉங்க 2 പേർക്ക് ഓക്കേനാ, എനിക്ക് ഡബിൾ ഓക്കെ. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ആണുങ്ങളുടെ ഫോൺ കിട്ടിയാൽ അതിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തുടർന്ന് ഫോൺ കൈമാറുകയും പിന്നീട് നടക്കുന്ന ഫൺ എലമെന്റും അതുപോലെ ഒരു തരി ലാഗ് അടിപ്പിക്കാതെ വളരെ എൻഗേജിംഗ് ആയിട്ടുമാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. വോൾട്ട് പാസ്വേഡ് சொல்லு. வால்டா வேணாமே. வேணுமே. வேணாமே. எனக்கு வேணும் சொல்லு. 250495. இது சோஃபியோட டேட் ஆஃப் பர்த் தானே? ஏய் இது என் பைக் நம்பர். ஏன் போட்டோ? മാമാ മർക്കയ്യ. എലി ഗ്രേക്കിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ കോമഡി ഹൊറർ സിനിമയാണ് ടക്കർ എക്സെട്ര. ബാക്കി വായിച്ചോ? വെറുതെ വായ്മൊഴിച്ച് കാലിന് മേൽ കാലും കയറ്റി വെച്ചിരിക്കുന്നതല്ലേ, വെറുതെ വായിച്ചോന്നേ. പിന്നെ സിനിമയിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രായപൂർത്തിയാൽ മാത്രം ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കോമഡി സിനിമ എന്നതിലുപരി ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള രംഗങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ.
ഇനി സിനിമയിലേക്ക് കടക്കാം. അവധിക്കാലത്ത് ക്യാമ്പിങ്ങിനായി പോകുന്ന ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റിയാണ് കഥ ആരംഭിക്കുന്നത്. ഇതേ സമയം സുഹൃത്തുക്കളായ ടക്കറും ഡെയിലും പുതുതായി വാങ്ങിയ അവരുടെ മലമുകളിലെ അവധിക്കാല വസതിയിലേക്കുള്ള യാത്രയിലാണ്. ഇരുവരും പോകുന്ന വഴിയിൽ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടു കൂട്ടരും കണ്ടുമുട്ടുന്നു. അന്നേരം തന്നെ ടക്കറും ഡെയിലും അത്ര നല്ലവരല്ല എന്നുള്ള ധാരണ കോളേജ് വിദ്യാർത്ഥികളിൽ ഉടലെടുക്കുന്നു. തുടർന്ന് രണ്ടു കൂട്ടരും അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുകയും പിന്നീട് യാദൃശ്ചികമായി അവർക്ക് തമ്മിൽ വീണ്ടും കാണേണ്ടി വരുന്നു. പക്ഷേ അതൊരു വല്ലാത്ത കണ്ടുമുട്ടലായിരുന്നു. ആ വല്ലായ്മ എന്താണെന്ന് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ഒരു വിടഭാഗത്തിലെ അവസാന സിനിമയാണ് 2023 കന്നഡ ഭാഷയിൽ പുറത്തിറങ്ങിയ കോമഡി സിനിമയാണ് ഹോസ്റ്റൽ ഗുണ്ടുകാര് ബെക്കാക്കി തീരെ. ഇങ്ങനെയാണെന്ന് തോന്നുന്ന സിനിമയുടെ പേര്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു ബോയ്സ് ഹോസ്റ്റലിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഒരു ദിവസം ആ ഹോസ്റ്റലിലെ വാർഡൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതറിഞ്ഞ് പുള്ളിയുടെ റൂമിലേക്ക് വരുന്ന ഒരു സംഘം പയ്യന്മാർക്ക് ഒരു കത്ത് കിട്ടുന്നു. അതെ, അതൊരു ആത്മഹത്യാ കുറിപ്പായിരുന്നു. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. ഇതറിഞ്ഞിട്ട് അവിടെ എത്തിയ എല്ലാ പയ്യന്മാരുടെയും പേര് ആ കത്തിലുണ്ടായിരുന്നു. അവിടെ തൊട്ട് സിനിമയുടെ ഗതി തന്നെ മാറി കോമഡിയുടെ കെട്ടഴുകിയാണ്. പിന്നീട് ആ ഒരു ശവം അവിടെ നിന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും തള്ളാനുള്ള തത്രപ്പാടിലാണ് പയ്യന്മാർ. ഹോസ്റ്റലിലുള്ള അത്രയും പേരുടെയും കണ്ണു വെട്ടിച്ച് ആ ശവം എങ്ങനെ കൊണ്ടുപോകും? ചോദ്യം നമ്പർ 1. ഇവരുടെ പേര് എങ്ങനെ കത്തിൽ വന്നു? ചോദ്യം നമ്പർ 2. ഇവർ പിടിക്കപ്പെടുമോ? ചോദ്യം നമ്പർ 3. തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടു തന്നെ അറിയുക. അടികപ്പേരെ കൂട്ടമണി സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ എന്തായാലും ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടി. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല.